എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം പറയാൻ വന്നാണ്. നമ്മൾ മിണ്ടാതിരിക്കേണ്ട പല സന്ദർഭങ്ങളും നമുക്കുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൗനമായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു സംഭവം നടന്നു. ആ സംഭവത്തിനെക്കുറിച്ച് ശരിയായ ധാരണ നമുക്കില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അറിയില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കണം. അവിടെ നമ്മൾ മൗനമായിട്ടിരിക്കണം. പിന്നെയോ, ചില സമയത്ത് നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ നല്ല ദേഷ്യത്തിലൊക്കെ നിൽക്കുന്നൊരു സമയമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മൗനമായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ദേഷ്യമുണ്ട്, വളരെ ദേഷ്യത്തിലിരിക്കുന്ന നേരത്ത് ഒരാൾ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ദേഷ്യം നമ്മൾ പുറത്തേക്ക് കാണിക്കും. ആ സമയത്തും നമ്മൾ മൗനമായിട്ടിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയോ, ചില സമയത്ത് നമ്മുടെ വാക്കുകളെ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസിനെ ബാധിക്കും, അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ നോവിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മൗനമായിട്ടിരിക്കുക. അപ്പം നമ്മൾ സംസാരിക്കാതിരിക്കുക. പിന്നെ നമുക്ക് അറിയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമുക്കറിയില്ല, അവിടെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ, നമുക്കറിയില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളവിടെ മൗനമായിട്ടിരിക്കുക. നമ്മൾ നമ്മുടെ അഭിപ്രായമൊന്നും പറയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇതിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ദേഷ്യത്തോടെ അല്ലാതെ അല്ലെങ്കിൽ സംയമനത്തോടെ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മൗനം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ നോക്കി വേണം നമ്മൾ സംസാരിക്കാനും, അതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിക്കാനും. പിന്നെ ചില സമയത്ത് ഇങ്ങനെ കുറേ പേര് കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന നമ്മുടെ ഈഗോ കുറച്ച് കൂടുതലായിട്ട് നിൽക്കും എന്ന് തോന്നുന്ന ഒരു അവസരമാണെങ്കിൽ, ചില സമയത്ത് മനുഷ്യനല്ലേ, നമുക്ക് ഈഗോയൊക്കെ വരും. ആ സമയത്ത് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് എതിർഫലം, നെഗറ്റീവായിട്ടുള്ള ഫലം ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൗനം പാലിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരാളുടെ വിശ്വാസത്തെ, നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ വിശ്വാസത്തെ ബാധിക്കും എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ മൗനമായിട്ട് ഇരിക്കണം. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൗനമായിട്ടിരുന്നാൽ നമുക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൗനം പാലിക്കേണ്ട ഇടങ്ങളിൽ മൗനം പാലിക്കാൻ ശീലിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സന്തോഷത്തിനും അത് നല്ലതാണ്.